മുത്തശ്ശി. മോൻ ഫോൺ എടുത്തോ? എടുത്തു മുത്തശ്ശി. എന്നാ നമുക്ക് പോയാലോ? ആ പോവാലോ. വാ പോകാം. പോവാ. ദൈവമേ, പണം എവിടെയാണോ എന്തോ. ഈ ആപത്ത് ഘട്ടത്തില് ഞങ്ങളിന്ന് രക്ഷിക്കണേ. ഒരുപാട് നന്ദിയുണ്ട് ദൈവമേ, സമയത്തിന് രക്ഷിച്ചതിന്. എത്രയും പെട്ടെന്ന് ഷോപ്പിലേക്ക് പോണം. കഷ്ടപ്പെട്ട് അടിച്ചു മാറ്റിയ കാശ് ഏടത്തി കണ്ടുപിടിച്ചല്ലോ. ഇനി ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്ന 1 മണിക്കൂർ സമയം കഴിയും. അതിനുള്ളിൽ നിങ്ങളുടെ മിസ്സിസ് പണം കൊണ്ടുവന്നില്ലെങ്കിൽ, അതല്ല സുരേഷ് ആഭരണം കൊണ്ടുവന്നില്ലെങ്കിൽ, പോലീസിൽ അറിയിച്ച് നിങ്ങൾ എല്ലാവരെയും ഞാൻ അറസ്റ്റ് ചെയ്യിക്കും. ഇത്രയും നേരമായിട്ട് അഖിലിനെ കാണുന്നില്ലല്ലോ. ഈശ്വര, വസുവിനോ കാശ് കിട്ടല്ലേ. നിങ്ങളിങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് പാവം തോന്നുന്നു അബ്രാം. നിങ്ങളെ പോലെ വലിയ മനസ്സുള്ള ഒരാൾക്ക് വന്നൂടാത്ത അവസ്ഥയാണല്ലോ ഇപ്പൊ വന്നത്. ഐ എം വെരി സോറി. നിങ്ങളോട് എനിക്ക് യാതൊരു ദേഷ്യവും ഇല്ല. പക്ഷെ നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. ബട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ഈ ബില്ല് പേ ചെയ്യാം. സന്തോഷമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവാം. പ്ലീസ്, നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിലും കല്യാണം കഴിക്കാൻ പോകുന്ന ആ പാവം കുട്ടിയുടെ മുഖമെങ്കിലും ഒന്ന് ഓർക്ക്. കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി പേടിച്ച് വിറച്ച് നിൽക്കുന്ന നിപ്പ് കണ്ടോ? ഫ്രീ ആയിട്ട് മേടിക്കണമെന്ന് പറയുന്നില്ല, കടമായിട്ട് വാങ്ങിച്ചോളൂ. നിങ്ങൾക്ക് പൈസ കിട്ടുമ്പോൾ തിരിച്ചു തന്നാൽ മതി. മാനേജർ സർ, ഇവരുടെ ബില്ല് ഞാൻ ക്ലിയർ ചെയ്തോളാം. ഇത് വെച്ചോളൂ, ക്രെഡിറ്റ് കാർഡ് ബില്ല് ചെയ്തോ. അതിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ സഹായവും സഹതാപവും ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല മിസ് കാവേരി. നിങ്ങളുടേത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. എന്തായി അഖിൽ? എടുത്ത് കാശ് മുഴുവൻ കൊണ്ടുവന്നടി. നല്ലൊരു പ്ലാൻ മിസ്സായിപ്പോയി. ഇനി ആ കാവേരി എന്തു പറയോ എന്തോ. മാനേജർ സർ,
ഇതാ നിങ്ങളുടെ പണം. ബില്ലിൽ പറഞ്ഞിട്ടുള്ള തുക കൊണ്ടുവന്നിട്ടുണ്ട്. എണ്ണി നോക്കിക്കോ. ഹലോ വസുന്ധര, ഈ ക്യാഷ് വന്ന് കിട്ടി? വീട്ടിലെത്തിട്ട് പറയാ ഏട്ടാ. വർമ്മ സാറിന് ആഭരണം എല്ലാം കാണിച്ചു സാർ. അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി. ഞാൻ എത്ര തവണ ഫോൺ ചെയ്തു, നീ എടുക്കാത്തെന്താ? സോറി സാർ, ഡ്രൈവിംഗിലായിരുന്നു, അതാ ശ്രദ്ധിക്കാത്ത. ഐ ആം വെരി സോറി സാർ. സാറിനെ ഞാൻ തെറ്റിദ്ധരിക്കേണ്ടി വന്നതിന് എന്നോട് ക്ഷമിക്കണം സാർ. ഇറ്റ്സ് ഓക്കെ, ബട്ട് അടുത്ത തവണ ഇങ്ങനെ ആരോട് പെരുമാറരുത്. ഇതൊരു നല്ല സ്വഭാവമല്ല. പക്ഷേ ഒരു വലിയ കുടുംബവുമായി ബന്ധുക്കളാകാൻ പോകുന്ന ഞങ്ങളോട് നിങ്ങളുടെ ഈ വിധത്തിലുള്ള സംസാരമൊന്നും വേണ്ടായിരുന്നു മാനേജർ സാർ. വഴിയെ പോകുന്നവരുടെ വാക്കും കേട്ടിട്ട് ഞങ്ങളോട് മോശമായി നിങ്ങൾ സംസാരിച്ചു. സോറി മാഡം, നടന്ന കാര്യത്തിന് വേണ്ടി ക്ഷമ ചോദിക്കുന്നു. ബില്ലിംഗ് കംപ്ലീറ്റ് ആയി മാഡം. നിങ്ങളുടെ ആഭരണങ്ങളും തുണികളും നിങ്ങൾക്ക് എടുത്തോണ്ട് പോവാം. വൺസ് അഗെയിൻ ഐ ആം സോറി. എന്നോട് ക്ഷമിക്കൂ. മിസ് കാവേരി, ഈ സമയത്തിനുള്ളിൽ ഞങ്ങൾ ആരാണെന്ന് നിനക്ക് മനസ്സിലായി കാണും. ഇനി ഒരു തവണ കൂടി ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെട്ട നിന്റെ മുഖത്ത് ഞാൻ അടിക്കും. സൂക്ഷിച്ചോ. ഇയാൾ എന്റെ ഭാവി ഭർത്താവൂന്നാ ഞാൻ കരുതി. പക്ഷെ എന്റെ മുന്നിൽ രാവണനെ പോലെയാ വന്ന് നിന്നെ. ഈ ബന്ധു അങ്ങനെ പോയി കിട്ടി. ഫു. ഈ പ്ലാൻ മിസ്സായെങ്കിലെന്താ? ഇവനിപ്പോ എന്റെ കയ്യിലുണ്ടല്ലോ. ഇവനെ വെച്ച് ഞാൻ ഈ കല്യാണം മുടക്കും, പ്രതികാരവും ചെയ്യും. കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ വിശ്വസിച്ച് ഇത്രയും വലിയൊരു പ്ലാൻ ഞാൻ ഏൽപ്പിച്ചപ്പോ മൊത്തത്തെയും സ്പോയിലാക്കി. സോറി മാഡം, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയതാ. ഇത് ചെറിയ മിസ്റ്റേക്കോ? തലയിൽ ആൾതാമസമുള്ള ആരെങ്കിലും ഒരു വീട്ടിൽ നിന്ന് മോഷ്ടിച്ച പണം ആ വീട്ടിൽ തന്നെ ഒളിപ്പിച്ചു വെക്കുവോ? പുറത്തെവിടെയെങ്കിലും ഒളിച്ചു വെക്കാനായിട്ട് ഞാനും ആന്റിയും കൂടി അഖിലിനോട് പറഞ്ഞതാ. പിന്നെന്താ ആ പണം അവിടുന്ന് മാറ്റാത്തെ? കാശ് പുറത്തു കൊണ്ടുവരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിപ്പോയി മാഡം. അതുകൊണ്ടാ കാശ് വീട്ടിൽ തന്നെ വെക്കേണ്ടി വന്നത്. എന്നെ ഫോൺ ചെയ്ത് എന്തെങ്കിലും ഒരു ഐഡിയ ചോദിച്ചൂടായിരുന്നോ? നിങ്ങൾ വിശ്വസിക്കാൻ പോയാ ഇങ്ങനെ ദിവസം ദിവസം ഞാൻ നാണം കെട്ട് നിൽക്കേണ്ടി വരും. ഐ എം എക്സ്ട്രീംലി സോറി. നെക്സ്റ്റ് ടൈം ഇങ്ങനെ ഉണ്ടാവില്ല. അടുത്ത പ്രാവശ്യം നിങ്ങളുടെ പ്ലാൻ കൃത്യമായിട്ട് നടക്കും. അവർ ആഭരണങ്ങളൊക്കെ വാങ്ങി. ഇപ്പൊ അവരുടെ കയ്യിൽ പണമില്ല. ഇനി നിങ്ങൾ എന്ത് ചെയ്യാനാ പ്ലാൻ? വീട് കഴുകിയ ഉടനെ ആഘോഷം എന്ന് പറഞ്ഞ പോലെ ആഭരണം വാങ്ങിയ ഉടനെ കല്യാണം നടക്കണമെന്നില്ലല്ലോ. അല്ല, നഷ്ടപ്പെട്ട കാശ് വീട്ടിൽ തന്നെ ഉണ്ടെന്ന് ബസ്സുടത്തേക്ക് എങ്ങനെയായിരിക്കും മനസ്സിലായി കാണുക? അതാ എനിക്ക് മനസ്സിലാവാത്തത്. നിനക്ക് ബുദ്ധിയില്ലാത്ത കാര്യം എനിക്ക് എന്തായാലും മനസ്സിലായി. ലൈഫിൽ നീ എന്താ മുന്നേറാത്തതെന്നുള്ള കാര്യവും എനിക്കിപ്പോ മനസ്സിലായി. നിനക്ക് വേണ്ടി വിസ, ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങനെയെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിരുന്നു. അവസാനം സംഭവിച്ചതോ? ഇനി നീ അമേരിക്കയിലേക്കെന്നല്ല, ഈ സിറ്റി വിട്ട് നിനക്ക് എവിടേക്കും പോകാൻ കഴിയില്ല. നിന്റെ ജീവിതം മൊത്തം ഇവിടെ ആയിരിക്കും. പ്ലീസ് അങ്ങനെ പറയരുത്. കല്യാണം തടയുന്നത് എത്രമാത്രം നിങ്ങൾക്ക് പ്രധാനമാണോ അത്രയും ഞങ്ങൾക്കും ഉണ്ട്. ഞങ്ങൾക്ക് അമേരിക്കയിലേക്ക് പോകണം. എങ്കിൽ പിന്നെ അച്ചടക്കത്തോടെ ഞാൻ പറയുന്നത് മാത്രം അനുസരിക്ക്. ഇനി മുതൽ ഞങ്ങൾ കെയർഫുൾ ആയിരിക്കും. പ്ലീസ്, ഞങ്ങൾ അമേരിക്കയിലേക്ക് പോകാൻ ഹെൽപ്പ് ചെയ്യണം. വിവാഹം മുടങ്ങിയാലേ നിനക്കിനി അമേരിക്കയിൽ പോകാൻ കഴിയൂ. എത്ര പെട്ടെന്ന് നീ വിവാഹം മുടക്കുന്നോ അത്രയും പെട്ടെന്ന് നിനക്ക് അമേരിക്കയ്ക്ക് പോകാം. ഓക്കെ, ഓൾറെഡി ഞങ്ങൾ ആ പരിശ്രമത്തിലാണ്. ഇപ്പൊ നിങ്ങളും കൂടി ചേർന്നിട്ടുണ്ട്. ബൈക്കിന് പെട്രോൾ എത്രമാത്രം ആവശ്യമാണോ അതുപോലെയാണ് നമ്മുടെ കോമ്പിനേഷനും. എങ്ങനെയെങ്കിലും ഈ കല്യാണം നമുക്ക് തടയണം. ആദ്യം ചെന്ന് കല്യാണം മുടക്ക്, അതിനുശേഷം വിസയും ഫ്ലൈറ്റ് ടിക്കറ്റും ഒക്കെ കളക്ട് ചെയ്യ്. വേഗം ചെല്ല്.
കല്യാണം നിങ്ങളെ കൊണ്ട് മുടക്കാൻ പറ്റിയില്ലെങ്കിലും കല്യാണം മുടക്കാൻ പറ്റിയ വജ്രായുധം എന്റെ കയ്യിലുണ്ട്. ഞാൻ അത് ഉപയോഗിച്ചോളാം. അവനെ കൊണ്ട് ഞാൻ ഈ കല്യാണം മുടക്കും. വാസുവിനോട് ഞാൻ അവന് പ്രതികാരം ചെയ്യും. ആഭരണങ്ങളൊക്കെ എങ്ങനെയുണ്ട് അമ്മേ? നല്ല ഭംഗിയുണ്ട് വസു. കാവ്യ ഇതൊക്കെ ഇടുമ്പോ നല്ല സുന്ദരിയായിരിക്കും. ആഭരണങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എടുത്തി. നിങ്ങളുടെ സെലക്ഷൻ എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കൂ അബി. ഞങ്ങൾ വന്നിരുന്നെങ്കിൽ പോലും ഇത്ര നല്ല ആഭരണങ്ങൾ എടുക്കാൻ കഴിയില്ലായിരുന്നു അബി. വളരെ നന്നായിട്ടുണ്ട്. ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട് അച്ഛാ? ഞങ്ങൾക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞല്ലേ മോളെ, പിന്നെന്തിനാ വാങ്ങിയേ? ഓരോ ഫംഗ്ഷനും നിങ്ങൾ ഞങ്ങൾക്കെല്ലാം പുതിയ ഡ്രസ്സ് വാങ്ങിത്തരില്ലേ? മാത്രമല്ല വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ എല്ലാവരും പുതിയ ഡ്രസ്സ് ഇട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? ഇനി ഒരുപാട് കല്യാണ ചെലവില്ലേ അബി? അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം അമ്മേ. നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ ഇരുന്നാ മതി. ഈ വസു എന്താ നഷ്ടപ്പെട്ട കാശിനെ പറ്റി ഒന്നും പറയുന്നില്ലല്ലോ. ആ പണം വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും മാറ്റാൻ പറഞ്ഞപ്പോ ആ അഖില് വീട്ടിൽ തന്നെ കാശ് വെച്ച് വലിയ പ്രശ്നമാക്കി. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ചിരിച്ചോണ്ടിരിക്കുന്ന ഇവരെല്ലാവരും മോങ്ങി മോങ്ങി കരഞ്ഞോണ്ടിരുന്നേനെ. അല്ല, ഈ അഖിലും കാർത്തിക ഇതെവിടെയാ? ഇളയമ ഇവിടുത്തെ അവസ്ഥ എന്താ? എന്തോ വസു ഇതുവരെ കാശിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലടാ. ഒരുപക്ഷെ ആ പണം എടുത്തത് നമ്മളാണെന്ന് വസുവേട്ടത്തി അറിഞ്ഞാണോ? അവളുടെ മനസ്സിൽ എന്താണെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. അഖിൽ, കാർത്തികേ, ഇങ്ങോട്ടൊന്ന് വന്നേ. എന്തിനാ ഏട്ടാ? വരാനല്ലേ പറഞ്ഞത്, വാ. എന്താ ഏട്ടാ? എന്റെ ഭർത്താവിനെ എന്തിനാണ് അടിച്ചത്? അയ്യോ, സംസാരിച്ചോണ്ടിരിക്കുമ്പോ തല്ലുന്നോ? എന്തിനാ ഇപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ അടിക്കുന്നേ? നീയൊക്കെ ചെയ്ത പ്രവൃത്തിക്ക് അടിക്കുകയല്ല വേണ്ടത്, കൊന്നുകളയേണ്ടതായിരുന്നു. അങ്ങനെ എന്ത് വലിയ തെറ്റാ ഞങ്ങൾ ചെയ്തേ? നിങ്ങൾ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയില്ലേ കാർത്തികേ? എന്താന്ന് പറയണ്ടേ? വീട്ടിലുണ്ടായിരുന്ന പണം മാറ്റിയിട്ട് വെറും വെള്ള പേപ്പർ എടുത്ത് വെച്ചില്ലേ? ഷോപ്പിംഗ് മാളില് അബിയെയും വസുവിനെ അപമാനിച്ചു. ഒരു പെൺകുട്ടിയുടെ കല്യാണത്തെക്കാളും നിങ്ങൾക്ക് അമേരിക്കയിൽ പോകുന്നതാ പ്രധാനം അല്ലേ? നിങ്ങളെ ഈ വീട്ടിൽ താമസിപ്പിച്ച് ഭക്ഷണം തരുന്നത് തന്നെ ഭാഗ്യമാണെന്ന് കരുതേണ്ടതിന് അമേരിക്കയിലേക്ക് പോണോന്നൊക്കെ അത്യാഗ്രഹം എന്തിനാ കാണിക്കുന്നേ? കല്യാണത്തിന് വേണ്ടി മാറ്റിവെച്ച കാശ് വീട്ടിൽ നിന്ന് തന്നെ മോഷ്ടിക്കുന്നോ? ശരിയായ സമയത്ത് ഞാൻ ആ പണം കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഷോപ്പിൽ വെച്ച് ഞങ്ങളുടെ മാനം പോയേനെ. ചെക്കന്റെ വീട്ടുകാർ നമ്മളെ തെറ്റായിട്ട് വിചാരിച്ചേനെ. കല്യാണം തന്നെ മുടങ്ങിയേനെ. നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി കാവ്യയുടെ ജീവിതം ബലി കൊടുക്കണമായിരുന്നോ? നിങ്ങളൊക്കെ മനുഷ്യന്മാരാണോ? മനുഷ്യരായിരുന്നെങ്കിൽ ഇവരിങ്ങനെ ചെയ്യില്ലായിരുന്നല്ലോ. ഇവർക്കൊന്നും ബുദ്ധി ഉപദേശിച്ചിട്ട് ഒരു കാര്യവുമില്ല. എത്രയൊക്കെ പറഞ്ഞാലും ഇവരൊന്നും മാറാൻ പോകുന്നില്ല. ഇവര് ശിക്ഷ അനുഭവിക്കണം. പറയൂ, എന്താ പ്രോബ്ലം ഇവിടെ?
ഇവർ ഞങ്ങളുടെ പണം മോഷ്ടിച്ച ഓഫീസർ. അറസ്റ്റ് ചെയ്ത് ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം സാർ. ഞാൻ ഏട്ടന്റെ അനിയനെ ഏട്ടാ എന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്ന. നീയൊക്കെ ഒരു അനിയനാണോടാ? തിന്ന ചോറിന് നന്ദിയില്ലാത്ത കള്ളനാടാ നീ. അങ്ങനെയുള്ളവൻ താമസിക്കേണ്ട സ്ഥലം ഇതല്ല. അതങ്ങ് ജയിലില്ല. അയ്യോ, ഒരു ചെറിയ തെറ്റിന് ഇത്രയും വലിയ ശിക്ഷയോ? വേണ്ട ചേട്ടാ. ഇത് ചെറിയ തെറ്റാണോ? കല്യാണം മുടങ്ങിപ്പോയെങ്കിൽ കാവ്യ വിഷമം കൊണ്ട് ചിലപ്പോ ആത്മഹത്യ ചെയ്തേനെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? കാവ്യയുടെ ജീവൻ നിങ്ങൾ തിരിച്ചു തരുമായിരുന്നോ? പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. ഏട്ടാ, എടുത്തി എന്താ ഇങ്ങനെ നോക്കുന്നേ? ഞങ്ങൾ സ്റ്റേഷനിലേക്ക് പോയാ ഈ കാര്യം എല്ലാവരും അറിയും. കുടുംബത്തിന്റെ മാനവും അഭിമാനവും എല്ലാം നഷ്ടാവില്ലേ? അത് സാരമില്ല സുമംഗലേ. നിങ്ങളിപ്പോ ചത്തുപോയാലും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇനി നിങ്ങളും ഞങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അമ്മേ ഞങ്ങൾ അറസ്റ്റ് ചെയ്യില്ലെന്ന് പറയാമേ. മര്യാദയ്ക്ക് നിൽക്കണമെന്ന് ഞാൻ എത്ര തവണ നിങ്ങളോട് പറഞ്ഞതാ. അത് കേൾക്കാൻ വയ്യല്ലോ. ജയിലിൽ പോയി ശിക്ഷ അനുഭവിച്ചാലേ നിങ്ങളുടെ ബുദ്ധി നേരെയാവൂ. അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റാണ്. വസുവേട്ടത്തി ഞങ്ങളോട് ക്ഷമിക്കണം. ഈ ഒരു പ്രാവശ്യത്തേക്ക് ഞങ്ങളെ വിട്ടേക്ക്. അയ്യോ പാവോന്ന് പറഞ്ഞ് ഇനി നിങ്ങളോട് ക്ഷമിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ശിക്ഷ കിട്ടിയാ മതിയാവും. ഏട്ടാ പ്ലീസ് ഏട്ടാ, വേണമെങ്കിൽ ഞാൻ ഏട്ടന്റെ കാല് പിടിക്കാം. ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും സാർ. ഓ പ്ലീസ് ഏട്ടാ, ഞാൻ ഏട്ടന്റെ കാല് പിടിച്ച് പറയാ. എന്നെ അറസ്റ്റ് ചെയ്യില്ലെന്ന് പറയേട്ടാ. ഏട്ടാ ഏട്ടാ പ്ലീസ് ഏട്ടാ. ഏട്ടാ ഞാൻ പറയുന്നത് കേക്കേട്ടാ. പ്ലീസ് ഏട്ടാ, എന്നെ അറസ്റ്റ് ചെയ്യില്ലെന്ന് പറയേട്ടാ. ഏട്ടാ പ്ലീസ് ഏട്ടാ, ഞാനൊന്ന് പറയുന്ന കേക്ക്. ഏട്ടാ പ്ലീസ് ഏട്ടാ. വിട്, എന്നെ കൊണ്ടുവരുന്ന് പറയേട്ടാ. ഏട്ടാ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഏട്ടാ എന്നെ കൊണ്ടുവരുന്ന് പറയേട്ടാ. എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയേട്ടാ. എന്തു പറ്റി അഖിൽ? ദുസ്വപ്നം വല്ലതും കണ്ടോ? നമ്മളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ ദുസ്വപ്നം കണ്ടു. അപ്പോ നമ്മളാണ് ആ പണം മാറ്റിയതെന്ന് വസുവേട്ടത്തിക്ക് മനസ്സിലായോ? പിന്നെന്തോ ഒന്നും പറയാതെ മിണ്ടാതിരിക്കുന്നേ? പറഞ്ഞിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് നിങ്ങളെ മാനം കിടത്തണ്ടോ കാർത്തിക? ഏടത്തി എന്തായി പറഞ്ഞു വരുന്നേ? ഉറക്കത്തിൽ നീ എന്തിനാ അലറി വിളിച്ചതെന്ന് എനിക്കറിയാകിൽ. ഞാനെന്തിനാ നിനക്ക് വെള്ളം തരണതെന്ന് നീയും അറിയണം. ഞങ്ങളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാണ്. ഞങ്ങൾക്കൊന്നും അറിയില്ല. ശരിക്കും നിങ്ങൾക്കൊന്നും അറിയാതിരുന്നെങ്കിൽ അത് നന്നായിരുന്നു കാർത്തിക. നമ്മളിൽ ചിലര് തെറ്റ് ചെയ്യുന്നതിൽ ഒരിക്കലും ഭയപ്പെടാറില്ല. പക്ഷേ സ്വയം തെറ്റ് ചെയ്തിട്ട് അത് മൂടി വെക്കാനാണ് എല്ലാവരും ഭയപ്പെടുന്നത്. അവിടെയാ പിടിക്കപ്പെടുന്നത്. നിങ്ങളും അങ്ങനെ തന്നെയാ പിടിക്കപ്പെട്ടിരിക്കുന്നത്.
എന്ത് പറ്റി വസുന്ധരെ? ഷോപ്പിംഗ് മാളിൽ വെച്ച് പണം എങ്ങനെ വൈറ്റ് പേപ്പറായി മാറി കടം തരുമോ കിനാവിൻ